സ്വന്തം വഴി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡ്രൈവർ നമ്മുടെ സ്വന്തം ആൾ തന്നെയാണ്. എല്ലാവരും ഉണ്ട് കേട്ടോ. മുത്തുണ്ട്, പപ്പ മാത്രമില്ല. ഇത്രയും ദൂരം യാത്ര പപ്പയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളത് അമ്മയും മുത്തതി അങ്ങനത്തെ ഇങ്ങനെയാണ് പോകുന്നത്. എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ യാത്ര മധ്യേ അതിമനോഹരമായ കാഴ്ച കാണിച്ച രണ്ടായി കണ്ടെത്താ ദൂരത്ത് വെള്ളം നമ്മുടെ ഡാമിൻ്റെ ഏരിയകളാണ് കേട്ടോ. വെള്ളങ്ങൾ ഒക്കെ പറന്ന് അതിമനോഹരമായ കാഴ്ചകളാണ്. നെയ്യാർ ഡാമിൻ്റെ ഭാഗങ്ങളാണ് കേട്ടോ. ഇവിടെയൊക്കെ വലയൊക്കെ കെട്ടി നിർത്തിക്കുന്നുണ്ട്. അവിടെ മീനൊക്കെ വളർത്തുന്ന വലയിടുന്ന ചെറുപ്പിള്ളേർ അടിപൊളി കാഴ്ചകളാണ് കേട്ടോ. പോകുന്ന വഴികളിൽ നല്ല നല്ല കാഴ്ചകളാണ്. നമ്മുടെ തെക്കൻ കുരിശുമല തീർത്ഥാടന കേന്ദ്രത്തിലേക്കാണ് നമ്മുടെ യാത്ര പോകുന്നത്. അമ്പൂരി വഴിയാണ് കേട്ടോ ഇറങ്ങുന്നത്. അമ്പൂരിയൊക്കെ കഴിഞ്ഞു. ഇതൊക്കെ ഗ്രാമപ്രദേശമാണ്. അമ്പൂരി കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ കുട്ടമല അമ്പൂരി കൂട്ടപ്പൂവൊക്കെ കഴിഞ്ഞ് നമ്മുടെ യാത്ര എങ്ങനെ പോകുന്നു. റോഡ് കുറച്ച് മോശമാണ് കേട്ടോ ഇവിടെ. എന്നാലും നമ്മളിങ്ങനെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പൂർവ്വം ഇവരുടെ ശുശ്രൂഷകൾ പങ്കെടുക്കാനായിട്ട് യാത്രാ മധ്യേ ഒരു പള്ളി കണ്ടിട്ടുള്ളതാണ്. സെൻറ്റ് മേരീസ് ചർച്ച് തേക്കുംപാറയാണ് കേട്ടോ. തേക്കുംപാറ ദുഃഖവെള്ളിയിലെ ശുശ്രൂഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. വെള്ളർട പഞ്ചായത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരുന്നു. വെള്ളർടയിലാണ് ഇത് നമ്മുടെ കുരിശുമല, തെക്കൻ കുരിശുമല തീർത്ഥാടന കേന്ദ്രം വെള്ളർടയിലാണ്. അപ്പം നമ്മൾ വെള്ളർട പഞ്ചായത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അമ്പൂരി വഴി വന്നതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് നമ്മുടെ റൂട്ട് പോകുന്ന വഴിയിലെ കാഴ്ചകളാണ് ഈ കാണുന്നത്. ഇവിടെ മൊത്തം മലനിരകളൊക്കെയാണ്. മലകളൊക്കെ കുന്നൻ പ്രദേശമാണ് നമ്മുടെ സ്ഥലം എന്ന് പറയുമ്പോൾ കുന്നം മലയൊക്കെ ഒരു പള്ളിയാണ്. അവിടെ ശുശ്രൂഷകൾ ദുഃഖവെള്ളിയുടെ ശുശ്രൂഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ പുറുത്തി കൃഷിയാണ് കേട്ടോ. മലകൾ നിരകൾ ഇവിടെയൊക്കെ ബാക്കി കൃഷികളൊക്കെ നമ്മുടെ വനമേഖലയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട സ്ഥലമായതുകൊണ്ട് പന്നികൾ നശിപ്പിക്കുന്നത് കാരണം ഇവിടെ കൂടുതലും പുറുത്തി കൃഷിയൊക്കെയാണ്. വലിയ വലിയ മലനിരകൾ കണ്ടോ. ഇതുപോലൊരു മലയുടെ മുകളിലാണ് നമ്മൾ കുരിശുമല കണ്ടോ. ഇത് മൊത്തം മലനിരകളാണ് കേട്ടോ. നമ്മുടെ ഈ പ്രദേശങ്ങൾ ഇവിടെ മുഴുവനും ഇതുപോലുള്ള കണ്ണെത്താ ദൂരങ്ങൾ വരെ വലിയ 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 മലകളാണ്. വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ വളരെ തിരക്കുണ്ട് കേട്ടോ. വാഹനങ്ങൾ കണ്ടു. കുരിശുമലയിലേക്ക് വന്ന തീർത്ഥാടന യാത്രയിൽ വന്ന വാഹനങ്ങളാണ് ഈ കാണുന്നതെല്ലാം. തിരക്കുണ്ട് കേട്ടോ. നല്ല തിരക്കുള്ള ദിവസമാണ് ദുഃഖവെള്ളി എന്ന് പറയുമ്പോൾ എല്ലാവരും വരും. അല്ലാത്ത ദിവസവും തിരക്കാണ് പൊതുവെ. അപ്പോൾ ഇന്ന് ഈ വെയിലത്തും ആൾക്കാർ നമ്മുടെ ക്രിസ്തുദേവൻ നമുക്ക് വേണ്ടി ത്യാഗത്തിൻ്റെ പങ്കുചേരാനായി വേണ്ടി ഇരിക്കുന്നതാണ്. ഈ കൊടും ചൂട് സഹിച്ച് മലമുകളിലേക്ക് എല്ലാവരും പോകാനായിട്ട് എത്രയോ കിലോമീറ്റർ ദൂരെ ഇത്രയും വണ്ടികൾ വന്ന് കിടക്കുന്നുണ്ട്.
വണ്ടി അങ്ങ് വിടൂലെന്ന് പറഞ്ഞു. അതൊക്കെ പാസ്സുള്ള വണ്ടിയാണ്. നല്ല തിരക്കുണ്ട്. പാസ്സുള്ള വണ്ടികൾ മാത്രമേ അകത്തോട്ട് പ്രവേശിപ്പിക്കുന്നുള്ളൂ. വാഹനങ്ങൾ പാർക്ക് ചെയ്യാനൊന്നും സ്ഥലങ്ങളില്ല. ഭയങ്കര തിരക്കാണ്. കുറച്ച് ദൂരം യാത്രയുണ്ട് കേട്ടോ. പാർക്കിംഗ് ഒന്നും ഇവിടെയൊന്നും അനിവാര്യമല്ല. ഇവിടെ പാർക്കിംഗ് ഒന്നും അനുവദിക്കുന്നില്ല. ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല കേട്ടോ. വണ്ടികളൊക്കെ നോ പാർക്കിംഗ് മേഖലയാണ് ഇവിടെയെല്ലാം. വണ്ടികൾ പാർക്കിംഗ് ഒന്നും ചെയ്യാനുള്ള സ്ഥലങ്ങളില്ലാത്തിടത്തോളം ആൾക്കാരാണ്. ഇവിടെ മൊത്തം തിരക്കുകളാണ്. വാഹനങ്ങളൊന്നും പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളില്ല. ഉപ്പുകാപ്പി ഉണ്ടാക്കുന്നതിനായിട്ട് ഇത് കാപ്പുപൊടിയും അങ്ങറ്റത്തെവിടെയാണ് വണ്ടി പാർക്കിംഗ് സൗകര്യം നോക്കുവാണ്. അങ്ങനെ ഇവിടെ വണ്ടി പാർക്കിംഗ് ഭയങ്കര തിരക്കാണ്. വണ്ടി കാണോ ദൂരം. ബാഗ് എടുക്കണ്ടേ വെള്ളത്തിൻ്റെ. ചില വരുന്നവർക്ക് പാർക്കിങ്ങിനൊക്കെ ഉള്ള സ്ഥലമുണ്ട്. നമ്മുടെ ഈ പള്ളിയിലൊരു നമ്മുടെ സൈഡാണ്. ഇവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഓട്ടോയ്ക്ക് 30 രൂപ, ബൈക്കിന് 20 രൂപ. പള്ളിയിലൊരു ഫണ്ട് രൂപീകരണമാണ്. അതൊക്കെ പ്രൊട്ടക്റ്റ് നൽകാൻ വേണ്ടിയിട്ടാണ് പോലീസുകാർ. നമ്മുടെ ഹൃദയം പൂർണ്ണമായി വിശ്വസിക്കുവാൻ സാധിക്കുക. പക്ഷേ നമ്മുടെ ഓട്ടം എങ്ങോട്ടാണ്? സത്യസന്ധമായി നീതിയോടെയാണോ നമ്മളൊക്കെ ജീവിക്കുന്നത്? നമ്മൾ ആഴമാർന്ന് ചിന്തിക്കണം. എന്റെ സഹോദരനെ സ്നേഹിക്കുവാൻ, എന്റെ കൂടെ ആയിരിക്കുന്നവനെ കാണുവാൻ ക്രിസ്തുനാഥൻ പെസഹ വ്യാഴാഴ്ച എന്നെ പഠിപ്പിച്ച തൂവാലയെടുത്ത് തന്റെ ശിഷ്യന്മാരുടെ പാദങ്ങളിൽ കൊണ്ട് നിങ്ങൾ ഇപ്രകാരം ചെയ്യണമെന്ന് പഠിപ്പിച്ച അതേ മാതൃക എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുവാൻ പറ്റുന്നുണ്ടോ? എനിക്ക് ഇങ്ങനെ സ്നേഹിക്കുവാൻ സാധിക്കുന്നുണ്ടോ? ക്രിസ്തുനാഥനെടുത്ത അതേ തൂവാലയെടുത്ത് എന്റെ സഹോദരനെ സ്നേഹിക്കുവാൻ, പുതിയ കൽപ്പന നൽകിയ ആ ശത്രുക്കളെ സ്നേഹിക്കുവാൻ ഗിരിപ്രഭാഷണങ്ങളിൽ കർത്താവ് നൽകിയ വലിയൊരു കൽപ്പനയായ ശത്രുക്കളെ സ്നേഹിക്കുക എന്നത് എന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? എന്റെ ജീവിതത്തിൽ സാധിക്കുന്നുണ്ടോ എന്ന് ശ്രമിക്കണം. ഞാൻ ഒരാഴ്ച മുമ്പ് യാത്ര സാധന വാങ്ങുവാനാണ് എല്ലാവരും ഇരിക്കുകയാണ് ഇവിടെ. ഒരു സ്ഥലം മുട്ടുന്നിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അമ്മ.
നമ്മൾ കുരിശടി ഒരു താഴ് വശമാണ് പാർക്കിങ്ങൊക്കെ ചെയ്തത്. ഇതൊന്നുമല്ല കേട്ടോ കുരിശുമല, വിമർശകളാണ്. നമ്മൾ താഴ് വരാം, കുരിശുമലയുടെ താഴ് വശം. നമ്മൾ കുരിശുമല കയറി പോകുന്ന വഴിയാണ്. എന്തെങ്കിലും സാങ്കേതിക കാരണവശാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ വീഴുകയോ ചെയ്ത് കഴിഞ്ഞാൽ സജ്ജമായി കൊണ്ടുപോകാനൊക്കെ ആംബുലൻസ് സൗകര്യത്തോടെ എല്ലാവരും സഹകരണത്തിന് പോണത് കൊണ്ടാണ് ഇവിടെ ഉദ്ഘാടനം. കയറിയിട്ട് ഇറങ്ങി വരുന്നവരാണ്. നമ്മൾ ഉയരോട്ട് പോകുന്നതല്ല. തരാൻ കാര്യം കയറ്റം കയറി പോവുകയാണ്. നമ്മുടെ മുത്ത് ക്ഷീണിച്ച് സ്ഥലമായത്. സ്ഥലത്തെത്തിയാണ്. ഇതൊക്കെ പകല് കയറി പോയതാണ്. അപ്പം കലവ് കയറിയതാണ്. വെയിൽ കൊള്ളാതെ നമുക്ക് വേണ്ടി ഈസോ എന്തെല്ലാം സഹിച്ച് വെയിൽ വേണ്ട. ഈശോയ്ക്ക് വെയിലില്ലായിരുന്നു, താഴെയില്ലായിരുന്നു, എല്ലാം ഒരേപോലെ വേദന, ഉള്ളിലും വേദന, അപ്പോൾ ഇവിടെ പോണവർക്ക് പറഞ്ഞായിരിക്കും എല്ലാം തിന്നാനും കുടിക്കാനും എല്ലാം ഉണ്ട്. ഇവിടെ വരെ വണ്ടി വരുമ്പോൾ കുരിശുമല കയറി വരുന്നവർക്ക് ജീപ്പുണ്ട്. താഴെ ഈ കുഞ്ഞു വേണ്ട. എല്ലാവരും തറന്ന് കയറി വരെയാണ് ഗൈസ്. മുമ്പൊക്കെ കയറാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നവരാണ് കയറി പോകുന്നൊരു കയറ്റത്ത്. വെള്ളത്തിന് കടയൊക്കെ ഉണ്ടായിരുന്നു, കടയൊക്കെ പൂട്ടി. ആ കുറുമ്പൻ ക്ഷീണിച്ചിരിക്കുകയാണ്. കുറുമ്പ എത്രാമത്തെ സ്ഥലത്തെത്തി കുറുമ്പ? ബാക്കി 6 സ്ഥലമുണ്ട്. കുറുമ്പൻ കയറി അടങ്ങണമെന്ന് പറയുകയാണ്. അവിടെ നമ്മൾ തല ഇറങ്ങുമ്പോൾ എല്ലാവരും ഇരുന്നും വെയിൽ കുറച്ച്
ഇവിടെ ഡ്യൂട്ടി കഴിക്കുന്ന പോലീസുകാരാണ്. പോലീസുകാരങ്ങ് ക്ഷീണിച്ച് വയസ്സായ ആൾക്കാരെ കയറി വരുന്നുണ്ടോ.